എന്തിനാണ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവരെ കാണിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ? എന്ന മക്കളെ, ഇവരാണ് ഇതിൽ താരം. എത്ര തിന്നാൻ കൊടുത്തു കഴിഞ്ഞാലും പിറ്റേ ദിവസം തട്ടി മറിച്ചിട്ട് ആകെ തൂഫാനാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മളൊരു 10 പുതിയ വില്ലാണ് പണിയത്. അപ്പോൾ അതിൻ്റെ മുന്നിൽ ടയർ വെച്ച് നോക്കി. അപ്പോൾ അതാണെങ്കിൽ കാണാനൊരു ഗുമ്മ. മാർക്കറ്റിൽ കുറേ വേസ്റ്റ് ബിന്ന് തിരഞ്ഞു നടന്നെങ്കിലും മക്കളെ, എല്ലാത്തിനും ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ നമ്മൾ ഈ കാണുന്ന വേസ്റ്റ് ബിൻ ഇതിൻ്റെ പകുതി വിലക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 900-ൻ്റെ വെറും 300-350 രൂപയ്ക്ക് നമ്മൾ പണിയും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണണ്ടേ? അതിനു മുമ്പ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒരിക്കൽ കൂടി വെൽക്കം back to my channel. ഇതിനായി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ചെറിയ റിങ് താഴെയും അതിനേക്കാളും കുറച്ച് വലുപ്പത്തിൽ ഒരു റിങ് മുകളിലും. ഇത് നിങ്ങൾ ഏത് ഡ്രമ്മാണോ ഉപയോഗിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ സൈസ്. വെക്കുന്നതിന് മുമ്പ്, ഫൈനൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ബക്കറ്റ് ഒന്ന് വെച്ച് നോക്കാൻ മറക്കരുത്. അതിനുശേഷം നമ്മളിതാ ഇതുപോലെ പട്ട കൊണ്ട് 3 സൈഡും നമ്മൾ പട്ട കൊണ്ട് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പട്ട ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബക്കറ്റ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഗാർഡനിലാണ്. അല്ലാത്ത ഏത് GIയുടെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാലും അതെന്ത് ചെയ്യും, കുറച്ച് കാലം കഴിയുമ്പോൾ റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ തൂഫാനായി. പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു സാധനവും ഇത്രയും ക്വാളിറ്റി അതേപോലെ തന്നെ ലോങ് ലൈഫ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടല്ലേ. നമ്മളായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് കാലം അതിൻ്റെ തലവേദന ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് അതിന് നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. താഴെ 4mm പ്ലാറ്റ്ഫോം പ്ലേറ്റ് കട്ട് ചെയ്തിട്ട് അതിന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് 2 ഇഞ്ചിൻ്റെ പൈപ്പ്, അതും എന്ത് ചെയ്യില്ല, ഒരിക്കലും റെസ്റ്റ് എടുക്കാൻ ചാൻസ് ഇല്ലാത്ത സാധനമാണ്. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പട്ടയാണ്. പട്ടയും അതേപോലെ തന്നെ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതാണ്. അതിനുശേഷം ഇതേപോലെ റൗണ്ടൊക്കെ അടിച്ച് അതിന് കറക്റ്റായിട്ട് ഹോളുകളെല്ലാം അടിച്ച് റെഡിയാക്കി എടുത്തിട്ട് അതിന് മേലെ ഇപ്പോൾ കാണുന്നത് പ്രൈമർ അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ എല്ലാം നിരത്തി വെച്ചിട്ട് അതിന് ശേഷം വീണ്ടും നമ്മളിതാ ബ്ലാക്ക് പെയിൻറ്റും അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേറെ ലെവലായിട്ടില്ലേ? ഇതൊന്നും അല്ലാട്ടില്ല മക്കളെ. ഇനിയാണ് നിങ്ങളിതിൻ്റെ ഫൈനൽ ലുക്കും അതേപോലെ തന്നെ ഫൈനൽ വർക്കും കാണാൻ പോകുന്നത്. ഈ സാധനം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളിതിന് മുമ്പ് ഞാൻ പല വീഡിയോസിലും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നല്ല പ്ലാസ്റ്റിക്കിൻ്റെ, അതേപോലെ തന്നെ ഒരുപാട് കാലം എത്ര മഴയത്തും വെയിലത്തും ഇട്ട് കഴിഞ്ഞാലും ഒരു കുഴപ്പവും വരാത്ത, ഇവിടെ സൗദിയിലൊക്കെ ലഭ്യമാണ്. നാട്ടിൽ ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ. സംഭവം കിടു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. എത്ര വർഷം കഴിഞ്ഞാൽ അവിടെ കടന്നോളും. അതിലേക്ക് പിന്നെ നിങ്ങൾ നോക്കേണ്ട ആവശ്യം വരില്ല. ഇനിയിപ്പോൾ നാട്ടിൽ നമുക്കിത് കിട്ടാനില്ലെങ്കിൽ നമുക്ക് പ്ലൈവുഡും യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ടിമ്പറും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ കളറും പോവും, അതേപോലെ തന്നെ കേടും വരും. ഇതാകുമ്പോൾ ഒരു കേടും വരില്ല, അവിടെ കിടന്നോളും. അപ്പോൾ സൈസെല്ലാം നോക്കി നമ്മളിതിനെ ഒരേപോലെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ മുകളിൽ ഭാഗം കുറച്ചൊക്കെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ നമ്മളങ്ങോട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് അല്ലേ? നല്ല രസമല്ലേ കാണാൻ. ഇനി ഇതിനെ നമ്മളെടുത്തിട്ട് എന്ത് ചെയ്യാണ്, സ്ക്രൂ ചെയ്യാൻ പോവാണ്. സ്ക്രൂ ഒക്കെ ചെയ്തിട്ട് ഫൈനൽ ലുക്കായിട്ട് നിങ്ങൾക്ക് കണ്ടു നോക്കൂ. ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് വെൽഡ് ചെയ്യാൻ അറിയുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റായിട്ടില്ലേ. താഴത്തെ റൗണ്ട് പട്ടയും അതേപോലെ തന്നെ മേലത്തെ റൗണ്ട് പട്ടയും വെൽഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴത്തെ ഹോളും മേലത്തെ ഹോളും ഒരേപോലെ വന്നിട്ടില്ലെങ്കിൽ മക്കളെ, ഇത് ഫിറ്റ് ചെയ്യാൻ ചില്ലറ പണിയൊന്നും ആയിരിക്കില്ല കേട്ടോ. അതിലുപരിയായിട്ട് അത് കാണാനും ഒരു ഷേപ്പ് ഉണ്ടാവില്ല, ലുക്കും ഉണ്ടാവില്ല. ഒരേപോലെ വരികയാണെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് 1 by 1 ആക്കി സെറ്റ് ചെയ്തെടുത്ത മക്കളെ, അതിൻ്റെ ലുക്ക് വേറെ വൈബായിരിക്കും. കണ്ടില്ലേ? ഇത് നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ കേട് വരും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട കേട്ടോ. ഇടയ്ക്കൊന്ന് ചിലപ്പോൾ ഒരു ആട്ടം വരും. അപ്പോൾ വീണ്ടും പോയിട്ട് എന്ത് ചെയ്താൽ മതി, ടവർ ബോൾട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ എത്ര കാലം വേണമെങ്കിലും ഇതുപോലെ നിന്നോളും, ഒരു കുഴപ്പമില്ലാതെ. അപ്പോൾ നമ്മൾ വർക്കൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിലുപരിയായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതിൽ കേട് വരില്ല എന്ന് എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കേട് വരും എന്നൊക്കെ അല്ലേ. എന്നാൽ മക്കളെ, ഒരു 10 വർഷമല്ല, ഒരു 6-7 വർഷം മുമ്പ് ഇതേപോലെ ഉണ്ടാക്കിയ കുറച്ച് ഡ്രമ്മുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോഴും അതേപോലെ നിൽക്കുന്നുണ്ട്. ചെറിയ ആട്ടം അതിൻ്റെ ലെഗിന് മാത്രമാണ്, അല്ലാതെ ഒരു കുഴപ്പമില്ല. ബക്കറ്റ് 4 വട്ടം പൊട്ടിക്കഴിഞ്ഞാലും ഇതിൻ്റെ സ്റ്റാൻഡ് മക്കളെ ഒരു കാലത്തും കേട് വരാതെ ആ ഫ്രെയിം അങ്ങനെ കിടന്നോളും.
ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമ്മളൊരു 10 പുതിയ വില്ലകൾ പണിതിട്ടുണ്ട്. അപ്പോൾ വില്ലകളുടെ വീഡിയോസും അതിൻ്റെ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലും, അതേപോലെ തന്നെ ഈ മുന്നിലുണ്ടാക്കിയ ഗാർഡനൊക്കെ അല്ലേ, ഇതിനൊക്കെ വീഡിയോ നമ്മൾ ഫോണിൽ കിടക്കുന്നുണ്ട്. എഡിറ്റ് ചെയ്തിടാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അതൊക്കെ 1 by 1 ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലുള്ള വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.